ഹലോ, ഇന്ന് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ 5th സെമസ്റ്ററിലെ KTU സിലബസിലുള്ള സബ്ജക്റ്റിൻ്റെ ഇൻട്രഡക്ഷനാണ് കേട്ടോ. സോ ഫസ്റ്റ് മോഡ്യൂളിൽ ആക്ച്വലി ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മോഡ്യൂളാണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ വേഴ്സസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. ഈ ഇത്രയും സോഫ്റ്റ്വെയർസാണ് സിലബസിൽ തന്നിട്ടുള്ളത്. അസംബ്ലർ, ലിങ്കർ, ലോഡർ, മാക്രോ പ്രോസസ്സർ, ടെസ്റ്റ് എഡിറ്റർ, ഡീബഗർ, ഡിവൈസ് ഡ്രൈവർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ആദ്യം തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, എ സെറ്റ് ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയും. അതായത് ഈ സീക്വൻസ് ഓഫ് പ്രോഗ്രാംസ് ഇസ് ആക്ച്വലി ടേംഡ് ആസ് എ സോഫ്റ്റ്വെയർ അല്ലേ. അപ്പോൾ രണ്ട് രീതിയിൽ സോഫ്റ്റ്വെയർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അതായത് സിസ്റ്റം യൂട്ടിലിറ്റീസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന ടൈപ്പ് സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അസംബ്ലർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് പാക്കേജസ് എടുക്കുക. അതിൽ വേർഡ്, എക്സൽ, അതുപോലെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, ഇതൊക്കെ കൂടിയിട്ടുള്ള പാക്കേജ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് വേർഡ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ ഒരു ഡിസൈൻ പ്രസൻറ്റേഷൻ ഡിസൈനിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ. അതായത് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു മീഡിയ പ്ലെയർ, അതായത് നമുക്ക് മ്യൂസിക് ലിസൺ ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോസ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആക്ച്വലി ദ കോർ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലേ. അതായത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ ആൻഡ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ ഒരു ആക്ച്വലി ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എൻ ഇൻ്റർഫേസ്. നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് തന്നെ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ ഫംഗ്ഷനും ഒക്കെ നിങ്ങൾക്കറിയാം. മെയിനായിട്ടുള്ള ഫംഗ്ഷൻസ് ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് റിവൈസ് ചെയ്ത് തരാം. മെമ്മറി മാനേജ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ ഫംഗ്ഷൻസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ ഇൻപുട്ട് ഡിവൈസസിനെ മാനേജ് ചെയ്യുക, ഔട്ട്പുട്ട് ഡിവൈസസിനെ മാനേജ് ചെയ്യുക, പ്രോസസ്സിനെ മാനേജ് ചെയ്യുക, ടാസ്ക് മാനേജ് ചെയ്യുക. ഓൾ ഓഫ് ദീസ് ആർ ആക്ച്വലി ദ മെയിൻ ഫംഗ്ഷനാലിറ്റീസ് ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വൺ ഓഫ് ദ മെയിൻ എക്സാമ്പിൾ ഫോർ സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. ഇനി അടുത്തത് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കമ്പൈലർ. എന്താണ് ഈ കമ്പൈലർ എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി, ഇപ്പോൾ പൈത്തൺ ആണെങ്കിലും സി ആണെങ്കിലും ജാവ ആണെങ്കിലും ഒക്കെ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊരു ജസ്റ്റ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഒരു ടെസ്റ്റ് പാഡിലൊരു പ്രോഗ്രാം നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ കമ്പൈൽ ചെയ്യുക അല്ലേ. എന്തിനാണ് കമ്പൈൽ ചെയ്യുന്നത്? കമ്പൈൽ ചെയ്യുന്നതിന് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ if any syntax errors is there in your program, it will analyze that errors and identify it outright. And the second possibility is, that is the main purpose of a compilation, it is actually converting the high level language into a low level language അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്. മെയിനായിട്ട് ലാംഗ്വേജസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹൈ ലെവൽ ലാംഗ്വേജ്, ഒന്ന് ലോ ലെവൽ ലാംഗ്വേജ്, ഒന്ന് അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു സിയിലൊരു പ്രോഗ്രാം എഴുതുക, അല്ലെങ്കിൽ C++ലൊരു പ്രോഗ്രാം എഴുതുക, ജാവയിലൊരു പ്രോഗ്രാം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം എഴുതിയാലും അതുപോലെ അസംബ്ലി ലെവൽ ലാംഗ്വേജിലൊരു പ്രോഗ്രാം എഴുതിയാലും ഒക്കെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഒരു മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. മെഷീൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ സീറോസും വൺസും മാത്രമുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ whatever we are writing, that have to be converted into zeros and ones. എന്നാൽ മാത്രമാണ് മെഷീൻ ഇറ്റ് വിൽ ബി അണ്ടർസ്റ്റാൻഡബിൾ. അപ്പോൾ
മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക് നമ്മൾ എന്തെഴുതിയാലും മാറ്റണം. അപ്പോൾ ഇതിന് ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് പേരാണ്, ഒന്ന് കമ്പൈലറും ഒന്ന് അസംബ്ലറും. ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ഈ സീറോസ് ആൻഡ് വൺസ് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്ററിനെയാണ് നമ്മൾ കമ്പൈലർ എന്ന് പറയുക. അതുപോലെ അസംബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ കമ്പൈലർ എന്ന് വെച്ചാൽ അതാണ്. അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലെവൽ ലാംഗ്വേജിൽ എഴുതിയൊരു പ്രോഗ്രാമിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക്, അതായത് സീറോസ് ആൻഡ് വൺസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ അസംബ്ലർ എന്ന് പറയുക. ഇത് രണ്ടും ഓരോ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ മൈക്രോ പ്രോസസ്സർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇനീഷ്യലി നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൻ്റെ കോൺസെപ്റ്റ് വന്ന സമയത്ത് എവറിത്തിങ് വി ആർ ആക്ച്വലി റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് സീറോസ് ആൻഡ് വൺസ്. അപ്പോൾ ഇപ്പോൾ ആഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു സീറോസ് ആൻഡ് വൺസിൻ്റെ കോഡായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ സീറോസ് ആൻഡ് വൺസിൻ്റെ ഒരു കോഡായിരുന്നു. ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ സീറോസ് ആൻഡ് വൺസിൻ്റെ കോഡിങ് സ്കീംസാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അതായത് ഇത്രയും മെമ്മറിയിൽ ഇത്രയും ഓർത്തിരിക്കുകയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി മച്ച് ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ പതുക്കെ വേറൊരു സ്കീമിലേക്ക് വന്നു, അതായത് ഒരു ന്യൂമോണിക്സ് യൂസ് ചെയ്യുക. ഓരോ ഇൻസ്ട്രക്ഷനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമോണിക്സ് യൂസ് ചെയ്യുക. അതായത് അഡീഷന് ന്യൂമോണിക് ആയിട്ട് ADD ആഡ്, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ന്യൂമോണിക് ആയിട്ട് MUL മൾ, അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ സെറ്റായിട്ട് ഇൻസ്ട്രക്ഷന് ഓരോ ന്യൂമോണിക്സ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. അതാണ് അസംബ്ലി ലെവൽ ലാംഗ്വേജ്. ഇനി അതും കഴിഞ്ഞിട്ട് അതിനേക്കാളും കുറച്ചും കൂടെ ഹൈ ലെവലായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതായത് മോസ്റ്റ്ലി ഒരു ഇംഗ്ലീഷ് ടൈപ്പ്, എങ്ങനെയാണ് നമ്മളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഫോമാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുക. സോ ദീസ് ആർ ദ 3 ലാംഗ്വേജസ്. അപ്പോൾ ഈ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള 2 സിസ്റ്റം സോഫ്റ്റ്വെയർസാണ്, ഒന്ന് കമ്പൈലറും ഒന്ന് അസംബ്ലറും. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കാൻ വേണ്ടിയിട്ട് അസംബ്ലർ, കമ്പൈലർ എന്ന് വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജിന് മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെയുള്ള ആളെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് ലോഡറാണ് കേട്ടോ. ലോഡർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അതായത് നിങ്ങളൊരു ഒരു പ്രോഗ്രാം നിങ്ങൾ ആദ്യം തന്നെ എഡിപ്പാഡിൽ എഴുതി. അപ്പോൾ അവിടെ തന്നെ, അപ്പോൾ ലോഡറിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ടെക്സ്റ്റ് എഡിറ്റർ. അതായത് നിങ്ങളൊരു പ്രോഗ്രാം തന്നെ ചെയ്യുന്നൊരു മെത്തേഡിൽ തന്നെ ഞാൻ പറയുകയാണ്. ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ഒരു എഡിറ്റ് പാഡ് എടുക്കും. ആ എഡിറ്റ് പാഡിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്യുന്ന ആ ഇൻ്റർഫേസിനെ പറയുന്ന പേരാണ്, ആ പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് ടെക്സ്റ്റ് എഡിറ്റർ. എന്താണ് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് എഡിറ്റ്സ് പ്ലെയിൻ ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയാണ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുക. ഒന്നുകിൽ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് വെച്ചാൽ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ചിലപ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പാക്കേജസ് ആയിട്ട് ടെക്സ്റ്റ് എഡിറ്റർ വരാം. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ടെക്സ്റ്റ് എഡിറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് വിൻഡോസിൽ നിന്നാണ് നമ്മൾ റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇമാക്സ് എന്ന് പറഞ്ഞൊരു എഡിറ്റർ ഉണ്ട്. കോമൺലി പ്രോഗ്രാമേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന എഡിറ്റർ ഇമാക്സ് ആണ്. അത് വിൻഡോസിൽ റൺ ചെയ്യുന്നൊരു എഡിറ്ററാണ്. അതുപോലെ ഇപ്പോൾ ലിനക്സിൽ ജീനോമിൽ ഉള്ള ഒരു എഡിറ്ററാണ് Gedit എന്ന് പറഞ്ഞ എഡിറ്റർ. അതുപോലെ നിങ്ങൾ ലിനക്സിലാണെന്നുണ്ടെങ്കിൽ VI എന്ന് പറഞ്ഞിട്ടൊരു എഡിറ്റർ ആയിരിക്കും എടുക്കുക. അതുപോലെ മാക്കോസിലാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ സിസ്റ്റത്തിലാണെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എഡിറ്റ് പാടുണ്ട്. അപ്പോൾ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ എന്തെടുത്തു? ടെക്സ്റ്റ് എഡിറ്റർ റൺ ചെയ്തു. അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അവിടെ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞു, പ്രോഗ്രാമൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ കമ്പൈൽ ചെയ്യുക, പ്രോഗ്രാം കമ്പൈൽ ചെയ്യുക. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മൾ എഴുതിയ ലാംഗ്വേജിനെ ഒരു ലോ ലെവൽ ലാംഗ്വേജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റി. അതിന് വേണ്ടിയിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തു കമ്പൈലർ. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്കറും ലോഡറും ആണ്. ഓക്കെ, ഈ ലിങ്കറും ലോഡറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു പ്രോഗ്രാം എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് 2-3 പ്രോഗ്രാംസ് നിങ്ങൾ എഴുതി ഇതുപോലെ കമ്പൈൽ ചെയ്ത് വെച്ചു. കുറേ ഒബ്ജക്റ്റ് ഫയൽസ് നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒബ്ജക്റ്റ് ഫയൽസിനെയൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ ഒബ്ജക്റ്റ് ഫയൽ ആക്കണം, അതായത് ഒരു പുതിയ എക്സിക്യൂട്ടബിൾ ഫയൽ ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ ലൈബ്രറി ഫയൽ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ യൂട്ടിലിറ്റി പ്രോഗ്രാമിനെയാണ് ലിങ്കർ എന്ന് പറയും. ഓക്കെ, ലിങ്കർ.
അപ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് ലിങ്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മോഡ്യൂൾസ് ലിങ്ക് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈബ്രറി ഫയൽസോ ഓബ്ജക്റ്റ് ഫയൽസോ ഇതൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു EXE ഫയൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ അടുത്ത് കൊടുക്കണം? ലിങ്കറിൻ്റെ അടുത്ത് കൊടുക്കുക. അപ്പോൾ ലിങ്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, വിച്ച് ഈസ് എ കമ്പ്യൂട്ടർ യൂട്ടിലിറ്റി പ്രോഗ്രാം ദാറ്റ് ടേക്സ് വൺ ഓർ മോർ ഒബ്ജക്റ്റ് ഫയൽസ്. ഈ ഒബ്ജക്റ്റ് ഫയൽസ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒന്നുകിൽ അസംബ്ലറിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പൈലറിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കാം. ദാറ്റ് ഒബ്ജക്റ്റ് ഫയൽസ് വിൽ ബി കമ്പൈൻഡ് ഇൻ ടു ആൻ എക്സിക്യൂട്ടബിൾ ഫയൽ ഓർ ലൈബ്രറി ഫയൽ. അപ്പോൾ അതാണ് ലിങ്കറിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ കുറേ ഒബ്ജക്റ്റ് ഫയൽസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു എക്സിക്യൂട്ടബിൾ ഫയലാക്കുക, .exe ഫയലാക്കിയ ലിങ്കർ. ഇനി ഈ .exe ഫയലിനെ എങ്ങോട്ടേക്ക് ലോഡ് ചെയ്യണം? ഇപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം എവിടെ ഇരിക്കണം? കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയിൽ കൊണ്ടുവരണം. അപ്പോൾ ഈ .exe ഫയലിനെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ലോഡർ. ഓക്കെ, അപ്പോൾ .exe ഫയൽ കിട്ടി. ഇതിനെ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ലോഡ് ദ സെയിം ഇൻ ടു ദ മെയിൻ മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ആ മെയിൻ മെമ്മറിയിലേക്ക് ഈ ഫയൽസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് ലോഡർ. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമുക്ക് ആ പ്രോഗ്രാം റൺ ചെയ്ത് കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സ്കീം ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും സിസ്റ്റം സോഫ്റ്റ്വെയർസ് കിട്ടി. ആദ്യത്തെ തന്നെ നമ്മുടെ ആരാണ്? ടെസ്റ്റ് എഡിറ്റർ ടൈപ്പ് ചെയ്തു. ദെൻ കമ്പൈലർ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിൽ അസംബ്ലർ യൂസ് ചെയ്യുക, ഹൈ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ കമ്പൈലർ യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്തു. പിന്നെ എല്ലാ ഒബ്ജക്റ്റ് മോഡ്യൂൾസും കൂടെ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ EXE ഫയൽ ആക്കണം എന്നുണ്ടെങ്കിൽ ലിങ്കർ യൂസ് ചെയ്തു. പിന്നെ ആ പ്രോഗ്രാമിനെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോഡർ യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും സിസ്റ്റം സോഫ്റ്റ്വെയർസ് നമുക്ക് ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ യൂഷ്വലി ചിലപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ഉള്ളവർക്ക് അറിയാം, ഡീബഗർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ജാവയുടെയൊക്കെ നെറ്റ് ബീൻസൊക്കെ എടുത്ത് ചെയ്യുന്നവരാണെങ്കിൽ ഡീബഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടിട്ടുണ്ടാവും മുകളിൽ. അപ്പോൾ ഈ ഡീബഗ് എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡീബഗർ. അപ്പോൾ ഡീബഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂസ്ഡ് ടു ടെസ്റ്റ് ആൻഡ് ഡീബഗ് അതർ പ്രോഗ്രാംസ്. അപ്പോൾ ഈ ഡീബഗ് ചെയ്യുമ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും ബഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ അലൗഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസ് വരുമ്പോൾ ഒരു ട്രാപ്പിംഗ് മെസ്സേജ് വരും, ഒരു ട്രാപ്പ് ഉണ്ടാവും. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡീബഗർ. അപ്പോൾ ഈ ഡീബഗർ കൂട്ട് ആ പ്രോഗ്രാമിംഗ് സീക്വൻസിൻ്റെ കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയി. ഇനിയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈസ് ഡ്രൈവറാണ്. ഡിവൈസ് ഡ്രൈവർ എന്ന് വെച്ചാൽ ഇപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു പ്രിൻ്റർ വാങ്ങിച്ചു വന്നിരിക്കുക, നിങ്ങൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോട് ആ പ്രിൻ്റർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ പ്രിൻ്റർ കണക്റ്റ് ആവുമോ? ഇല്ല, അവിടെ ഒരു ഡ്രൈവർ ഉണ്ടാവും. ഇത് ആക്ച്വലി ഇതും ഒരു OSൻ്റെ ഒരു പാർട്ടാന്ന് നമുക്ക് പറയാം. പ്രിൻ്ററിൻ്റെ ഒരു ഡ്രൈവർ ഇൻസ്റ്റലേഷൻ ഡിസ്ക് ഉണ്ടാവും, പ്രിൻ്ററിൻ്റെ ഒരു ഡ്രൈവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഡിവൈസ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താലാണ് ആ പ്രിൻ്ററുമായിട്ട് കണക്ഷൻ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഡിവൈസ് ഡ്രൈവർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇത് വിച്ച് ഈസ് ആക്ച്വലി എ കമ്പ്യൂട്ടർ പ്രോഗ്രാം വിച്ച് കൺട്രോൾസ് എ ഡിവൈസ് കണക്റ്റഡ് ടു കമ്പ്യൂട്ടർ, കൺട്രോൾസ് എ ഡിവൈസ് അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ ഡിവൈസ് ഡ്രൈവറിൽ ആക്ച്വലി ഡിവൈസ് ഡ്രൈവർ ഒരു സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യും. ഹാർഡ്വെയർ ഡിവൈസസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും, വിച്ച് എനേബിൾസ് OS ആൻഡ് അതർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ടു ആക്സസ് ഹാർഡ്വെയർ ഫങ്ഷൻസ് വിത്തൗട്ട് നീഡിങ് ടു നോ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ ഹാർഡ്വെയർ. അതായത് ഇപ്പോൾ ഒരു പ്രിൻ്ററിൽ തന്നെ നിങ്ങൾ പ്രിൻ്റർ കണക്ട് ചെയ്യുമ്പോൾ പ്രിൻറ്റിങ് ഓപ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും റീട്രൈ ഓപ്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രിൻ്ററിലെ പേപ്പർ ജാമായെങ്കിലൊക്കെ നിങ്ങൾക്കൊരു ഇൻ്റർഫേസിങ് ഉണ്ട്. ആ ഇൻ്റർഫേസിൽ മെസ്സേജ് വരും സിസ്റ്റത്തിൽ, അല്ലേ? അപ്പോൾ ആ ഇൻ്റർഫേസിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് ആക്ച്വലി കമ്പ്യൂട്ടർ എന്താണ് പ്രിൻ്ററിൻ്റെ ഓപ്പറേഷൻസ് എന്താണെന്നോ പ്രിൻ്ററിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അതിനായിട്ട് അറിയേണ്ട കാര്യമില്ല. ദ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് വിൽ ഗീവ് യു ഓൾ ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതാണ് ഡിവൈസ് ഡ്രൈവർ. സിംപ്ലി പറഞ്ഞാൽ ഡിവൈസ് ഡ്രൈവർ ഈസ് ആക്ച്വലി എ പ്രോഗ്രാം വിച്ച് കൺട്രോൾസ് എ ഡിവൈസ് അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. പിന്നെയുള്ളൊരു കാര്യം മാക്രോ പ്രോസസ്സറാണ് കേട്ടോ. മാക്രോ പ്രോസസ്സർ. മാക്രോ പ്രോസസ്സർ എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമാണ് വിച്ച് കോപ്പീസ്
a stream of text from one place to another. Stream of text from one place to another. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഹാഷ് ഇൻക്ലൂഡ് ഇതൊരു ഹെഡർ ഫയലാണ് stdio.h. എന്നിട്ട് ഞാൻ ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മാക്രോ. മാക്രോ നമ്മൾ എന്നും ഡിഫൈൻ ചെയ്യുന്നത് ഹാഷ് ഡിഫൈൻ വെച്ചിട്ടായിരിക്കും കേട്ടോ. ഹാഷ് ഡിഫൈൻ എന്നിട്ട് ഹലോ എന്ന് പറഞ്ഞാൽ മാക്രോ നെയിം. ഇത് മാക്രോ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഹാഷ് ഡിഫൈൻ ആണ് മാക്രോ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡ്. ദെൻ ഹലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ മാക്രോയുടെ പേരാണ് ഹലോ. ദെൻ പ്രിൻ്റ് ഓഫ് ഹായ് ഓൾ ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. ഓക്കെ, അപ്പോൾ ഞാൻ മെയിൻ എഴുതിയപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചതെന്ന് വിചാരിക്കുക. മെയിനകത്ത് ഞാൻ ഹലോ എന്ന് വിളിച്ചു. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ മാക്രോ പ്രോസസ്സർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്രോ പ്രോസസ്സർ ഈസ് ആക്ച്വലി റീപ്ലേസിങ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇവിടെ ഹലോ എന്ന് പറഞ്ഞൊരു മാക്രോ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹലോ മാക്രോ എന്താ പറയണേ, എന്ത് പ്രിൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഹായ് ഓൾ ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. അപ്പോൾ ഈ ഹലോയ്ക്ക് പകരം ഹലോ എന്ന് മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. പ്രിൻ്റ് എഫ് ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും? ഹായ് ഓൾ ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു എന്നായിരിക്കും കിട്ടുക. അതായത് ഈ മാക്രോയ്ക്ക് പകരം ഈ മാക്രോയുടെ ഡെഫിനിഷൻ ഏതാണോ ആ ഡെഫിനിഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഈ റീപ്ലേസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനെയാണ് നമ്മൾ ആരെന്ന് പറയാം? മാക്രോ പ്രോസസ്സർ എന്ന് പറയാം. മാക്രോ പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം വിച്ച് കോപ്പീസ് എ സ്ട്രീം ഓഫ് ടെക്സ്റ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അതാണ് മാക്രോ പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർസ്. അപ്പോൾ ആ പ്രോഗ്രാം സീക്വൻസ് നിങ്ങൾ ഓർത്തിരുന്നാൽ ടെസ്റ്റ് എഡിറ്റർ ആദ്യം എടുക്കുക, പിന്നെ കമ്പൈലർ അല്ലെങ്കിൽ അസംബ്ലർ, പിന്നെ പ്രോഗ്രാം ഡീബഗ് ചെയ്യണമെങ്കിൽ ഡീബഗർ ഉണ്ട്, പിന്നെ ഒബ്ജക്റ്റ് ഫയൽ OBJ ഉണ്ടാക്കുന്നത് കമ്പൈലറിൻ്റെ ഔട്ട്പുട്ടായിട്ട് OBJ കിട്ടും. പിന്നെ അടുത്ത കേസിൽ ലിങ്കർ ഒബ്ജക്റ്റ് ഫയൽസിനെയൊക്കെ ലിങ്ക് ചെയ്തിട്ട് ഒരു .exe ഫയൽ ഉണ്ടാക്കും. ദാറ്റ് വിൽ ബി പ്ലേസ് ഇൻ ടു ദ മെമ്മറി യൂസിങ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ലോഡർ. അപ്പോൾ ഇത്രയും സീക്വൻസ് ഓർത്തിരിക്കുക. പിന്നെയുള്ളത് മാക്രോ പ്രോസസ്സറാണ്. ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാംസിൽ മാക്രോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മാക്രോ പ്രോസസ്സർ ഉണ്ടാകും. പിന്നെ ഇവരെല്ലാം ഈസ് ആക്ച്വലി ഇതിൻ്റെ പ്രൈമറി സിസ്റ്റം സോഫ്റ്റ്വെയറിന് എപ്പോഴും എക്സാമ്പിൾ ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുതൽ തുടങ്ങി ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക, ആ പ്രോഗ്രാം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത്രയും സിസ്റ്റം സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.